PS ടാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ 30 അതായത് 30/11/2024 നടത്തിയ LGS വേരിയസ് തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലേക്ക് PSC നടത്തിയ പരീക്ഷയുടെ ഇതിൻ്റെ കാറ്റഗറി കോഡ് 535/2023 പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ നവംബർ 30 അതായത് മൂന്നാമത്തെ സ്റ്റേജ് തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ എന്നീ 3 ജില്ലകളിലേക്ക് നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ ആണ്. അത് പ്രകാരം പ്രൊവിഷണൽ ആൻസർ കീന്ന് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആൽഫ കോഡ് A ആണ് ആദ്യം വായിക്കുന്നത്. അതായത് ആൽഫ കോഡ് A ഇതിലെഴുതിയിട്ടുള്ള പരീക്ഷ എഴുതിയിട്ടുള്ള ഇതാണ് ആദ്യം വായിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പ്രകാരം ഒന്നാമത്തെ 1, 2, 3, 4 വരെ ചേഞ്ച് ഇല്ല. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 6ാമത്തെ 7 അതൊന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. 6, 7, 8, 9 അങ്ങനെ പിന്നെ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് 23ാമത്തെ ക്വസ്റ്റ്യനാണ്. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? ആ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 23ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 24 ചേഞ്ച് ഇല്ല. 25, 26, 27, 28, 29 വരെ ചേഞ്ച് ഇല്ല. 30ാമത്തെ ചോദ്യം, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആ ക്വസ്റ്റ്യനും ചേഞ്ച് ആക്കിയിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് 30ാമത്തെ ചോദ്യം. അതുപോലെ തന്നെ 31ാമത്തെ ചോദ്യം, പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം. ആ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 30ഉം 31ഉം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുറേ ചേഞ്ചസ് ഒന്നും 84 വരെയുള്ള ക്വസ്റ്റ്യൻസിന് യാതൊരു ചേഞ്ചസും ഇല്ല. പിന്നെ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് 85ാമത്തെ ക്വസ്റ്റ്യനാണ്. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ എത്ര? ആ ചോദ്യം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്. അതിനുശേഷവും ക്വസ്റ്റ്യൻസിനൊന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഫൈനൽ ആൻസർ കീയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ 85ആണ് ലാസ്റ്റ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. അതായത് 5 ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി B ആൽഫ കോഡ് പരീക്ഷ എഴുതിയവരുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 21 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 25 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 43 ഡിലീറ്റഡ് ആണ്. പിന്നെ 100ാമത്തെ ഡിലീറ്റഡ് ആണ്. ഇനി C വേർഷൻ അല്ലെങ്കിൽ ആൽഫ കോഡ് C എഴുതിയിട്ടുള്ളവർക്ക് വന്നേക്കണ ചേഞ്ചസ് 14ാമത്തെ ക്വസ്റ്റ്യനും 19ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 38ഉം 39ഉം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 95ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി ആൽഫ കോഡ് D എഴുതിയിട്ടുള്ള പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 24ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 24ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ 33ഉം 34ഉം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഡിലീറ്റ് ആക്കിയിരിക്കണത് 90ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിലീറ്റഡ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് 5 ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അതായത് അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ 5 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ചെയ്തതുകൊണ്ട് മൂല്യനിർണ്ണയം നടക്കുന്നത് 95-ലായിരിക്കും ഇതിൻ്റെ പേപ്പറുകൾ വാല്യൂ ചെയ്യണത്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ചേഞ്ച്, ഈ ഫൈനൽ ആൻസർ കീയിൽ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രകാരം നിങ്ങളുടെ സ്കോർ നിങ്ങൾ കണക്കാക്കി കമൻസിലിടുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫൈനൽ ആൻസർ കീയാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.